സാർ, സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിനെ കുറിച്ചുള്ള ജഡ്ജ്മെന്റിന്റെ പ്രസക്തി എന്താണ്? സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിനെ കുറിച്ച് വന്നിട്ടുള്ള ജഡ്ജ്മെന്റ് 6/11/2025 മിഹിർ രാജേഷ് ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന ജഡ്ജ്മെന്റ് ആണ്. ആ ജഡ്ജ്മെന്റിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, സുപ്രീം കോടതി ഇതിനു മുമ്പ് തന്നെ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് നിരവധി ജഡ്ജ്മെന്റുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് ആ ജഡ്ജ്മെന്റുകളെയെല്ലാം ഊട്ടിയുറപ്പിക്കുന്ന ഒരു പുതിയ ജഡ്ജ്മെന്റ് ആണ് മിഹിർ രാജേഷ് ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിൽ വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം, ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഒരു വ്യക്തിയെ റിമാൻഡ് ചെയ്യാൻ റിമാൻഡ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതിന് കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പ് ആ വ്യക്തിക്ക് അറിയാവുന്ന ഭാഷയിൽ ആ വ്യക്തിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കണം എന്നാണ്. അത് ഇൻ റൈറ്റിംഗ് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞത് 2 മണിക്കൂർ മുമ്പെങ്കിലും ഇൻ റൈറ്റിംഗ് കൊടുക്കണം. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അത് വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 22(1) വിച്ച് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അതിന്റെ വയലേഷൻ ആണ്. അപ്പോൾ തന്നെ ആ അറസ്റ്റ് ഇല്ലീഗലായി ഡിക്ലെയർ ചെയ്ത് ആ വ്യക്തിയെ ജാമ്യത്തിൽ വിടണം എന്നുള്ള ഒരു ഡയറക്ഷന് മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 141 അനുസരിച്ച് ഇറ്റ്സ് ബൈൻഡിങ് ഓൺ എവ്രി കോർട്ട് ഇൻ ദിസ് കൺട്രി. അതുകൊണ്ട് ഒരു കോടതിക്കും ഇതിനെ ധിക്കരിച്ച് ഒരു പ്രതിയെ റിമാൻഡ് ചെയ്യാൻ അധികാരമില്ല എന്ന് ഊട്ടിയുറപ്പിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ഇതിനു മുമ്പ് പങ്കജ് ബൻസാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, പ്രാബിർ പുർക്കസ്തയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ന്യൂഡൽഹി, പിന്നെ വിഹാൻ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, ഇങ്ങനെ 3 ജഡ്ജ്മെന്റിൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റിനെ കുറിച്ച് അടിവരയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് മസ്റ്റ് ബി ഫർണിഷ്ഡ് ഇൻ റൈറ്റിംഗ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് വയലേറ്റീവ് ഓഫ് ആർട്ടിക്കിൾ 22(1) ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് അപ്പോൾ തന്നെ ഇല്ലീഗൽ അറസ്റ്റ് എന്ന് ഡിക്ലെയർ ചെയ്യണം. ആ വിഹാൻ കുമാർ ജഡ്ജ്മെന്റിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, വിഹാൻ കുമാർ ജഡ്ജ്മെന്റിൽ സുപ്രീം കോടതി ആദ്യമായി പറഞ്ഞു, പ്രതിയെ സംബന്ധിച്ച്, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ വക്കീലിനോ ഞങ്ങൾക്ക് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് റൈറ്റിംഗിൽ കിട്ടിയിട്ടില്ല എന്നൊരു അലിഗേഷൻ മാത്രം റേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. The burden of proof will immediately shift to the prosecution. It becomes the job of the police and the prosecution to convince the magistrate that the grounds of arrest has been furnished in writing to the accused. If the magistrate is not convinced, or if the police cannot convince the magistrate, then the accused must be set free forthwith. മാത്രമല്ല, കേരളത്തില് ഈ കേസ് വന്നതിന് ശേഷം, വിഹാൻ കുമാർ ജഡ്ജ്മെന്റിന് ശേഷം, പോലീസുകാർക്ക് DGPയുടെ സർക്കുലർ പ്രകാരം അവര് ഒരു ഫോർമാറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എങ്ങനെയാണ് പൂരിപ്പിച്ച് കക്ഷികൾക്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഇതെല്ലാം കേരള പോലീസ് ലംഘിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കേരള പോലീസ് മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലെ പോലീസുകാരും ഇത് ലംഘിക്കാറാണ് പതിവ്. സർ, തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ വിധിന്യായം എങ്ങനെയാണ് തിരിച്ചടിയായി മാറുന്നത്? തന്നിഷ്ടമായി പ്രവർത്തിക്കുന്ന പോലീസുകാരെ സംബന്ധിച്ച് ഈ വിധിന്യായം തീർച്ചയായിട്ടും അത്
ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വലിയ തിരിച്ചടിയാകും. കാരണം ഒരാളെ ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അയാളെ അബ്ഡക്റ്റ് ചെയ്തു, റോങ്ഫുൾ റെസ്ട്രെയിൻ, റോങ്ഫുൾ കൺഫൈൻമെന്റ് ആൻഡ് ക്രിമിനൽ ഇന്റിമിഡേഷൻ എന്നും പറഞ്ഞ് അയാൾക്ക് ഈ പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനൊക്കും. കാരണം ആർട്ടിക്കിൾ 22(1) ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അറസ്റ്റ് ഇല്ലീഗലായിട്ട് മാറുകയാണ്. ആ സുപ്രീം കോടതിയുടെ DK ബസു ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ഇല്ലീഗലായിട്ട് വരുന്നു. അപ്പോൾ അവർക്ക് ക്രൈം കേസ് ചാർജ് ചെയ്ത് ഈ പോലീസ് ഓഫീസേഴ്സിനെ വെട്ടിലാക്കാൻ സാധിക്കും. പ്രതികാര നടപടികൾക്ക് വേണ്ടിയുള്ള വ്യാജ കേസുകളെ പ്രതിരോധിക്കാൻ ഇത്തരം ഉത്തരവുകൾ എത്രത്തോളം ഫലപ്രദമാകും? ഇത്തരം ഉത്തരവുകൾ എന്ന് പറഞ്ഞാൽ പ്രതികാര നടപടി പോലീസിന് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം അനുശാസിക്കുന്നത്. പോലീസുകാർ ശമ്പളക്കാരാണ്. അവരുടെ ജോലി ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് യഥാർത്ഥ കുറ്റവാളികൾക്കെതിരെ തെളിവ് ശേഖരിച്ച് കോടതിയുടെ മുമ്പിൽ നിയമാനുസരണം കൊണ്ടുവന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി ശിക്ഷ വിധിക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്വമാണ്. പോലീസിന്റെ ജോലിയല്ല. പോലീസിന്റെ ജോലി എവിഡൻസ് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ള പ്രതികളെ കോടതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. പ്രതികാര നടപടികളിലേക്ക് പോകുന്ന പോലീസുകാർക്ക് ഇത്തരം ഉത്തരവുകൾ വലിയ തിരിച്ചടിയാകും. കാരണം ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ഗ്രൗണ്ട് അത് ജനറലൈസ്ഡും പാടില്ല, ആ കേസിന് സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കണം എന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അത് നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ആ കേസിലെ പ്രതിയെ വിട്ടയക്കേണ്ടി വരും. ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തതിന് അവർക്ക് പോലീസുകാർക്കെതിരെ കോടതിയെ സമീപിക്കാനും സാധിക്കും. സർ, ഇത്തരം ഉത്തരവുകളിൽ കാലികമായ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൂടി വേണം എന്നാണ് മനുഷ്യാവകാശ സംഘടനയായ CRJS ആഗ്രഹിക്കുന്നത്? ഞങ്ങളോട് ചോദിച്ചാൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇന്ത്യൻ സുപ്രീം കോടതിയെയും ഇന്ത്യൻ നിയമങ്ങളെയും അനുസരിക്കാനായിട്ട്, അത് കംപ്ലൈ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ വെറും ശമ്പളക്കാരാണ്. ഇത് പാലിക്കേണ്ട ഇരട്ടി ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവരിത് വിൽഫുള്ളായിട്ട് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണിപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ആ വാക്കുപയോഗിക്കുന്നതിൽ ഖേദമുണ്ട്. പക്ഷേ കേരള സംസ്ഥാനത്ത് കേരള പോലീസ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾക്ക് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. ഈ വാക്ക് ഉപയോഗിക്കുന്നതിൽ വളരെ ഖേദമുണ്ട്. പക്ഷെ വേറെ ഒരു വാക്ക് ഈ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പുല്ലുവിലയാണ് അവർ കൽപ്പിക്കുന്നത്. അത് അവരുടെ മേലധികാരികളുടെ പരിപൂർണ ഒത്താശയോടുകൂടിയാണ്. കുറെ പേപ്പർ സർക്കുലർ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാത്തിനും കണ്ണടയ്ക്കും. DK ബസു കേസിലെ അറസ്റ്റ് ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്താൽ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ, കണ്ടംപ്റ്റ് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അർണേഷ് കുമാർ വയലേഷൻ വന്നിട്ടുണ്ടെങ്കിലും അതേപോലെ ചെയ്യണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എഴുതി അറിയിച്ച കേസുകളിൽ പോലും ഇവിടുത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫ്, DGPയോ ഹോം സെക്രട്ടറിയോ ചീഫ് സെക്രട്ടറിയോ ആരും ഒരു നടപടിയും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. ക്രിമിനൽ ഓഫീസേഴ്സിനെ അവർ എൻകറേജ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പങ്കജ് ബൻസാൽ കേസ് വന്ന നിമിഷം മുതൽ അവർ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇൻ റൈറ്റിംഗ് കൊടുക്കേണ്ടതാണ്. ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോഴൊന്നുമല്ല സുപ്രീം കോടതി ഇത് പറയാൻ തുടങ്ങിയിട്ടുള്ളത്. 1951 താരബാദ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ കേസിൽ ഇന്ത്യൻ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞതാണ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഷുഡ് ബി ഇൻഫോംഡ്. അത് ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത് ആസ് സൂൺ ആസ് മേ ബി പോസിബിൾ എന്നുള്ളത് പോലീസുകാരുടെ സൗകര്യം പോലെയല്ല, അറ്റ് ദി ഏർലിയസ്റ്റ് എന്ന് റീഡിഫൈൻ ചെയ്തു സുപ്രീം കോടതി. 1951 മുതൽ സുപ്രീം കോടതി പറയുന്നതാണ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ്
ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറിയിക്കണം. ദാറ്റ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അത് പോലീസുകാരന്റെ സൗകര്യമല്ല. അറ്റ് ദി ഏർലിയസ്റ്റ്, ആസ് സൂൺ ആസ് മേ ബി പോസിബിൾ എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് അറ്റ് ദി ഏർലിയസ്റ്റ് എന്ന് സുപ്രീം കോടതി റീഡിഫൈൻ ചെയ്തു. അതിനുശേഷം നിരവധി ജഡ്ജ്മെന്റ്സിൽ പറഞ്ഞു. അവസാനം സഹികെട്ടാണ് പങ്കജ് ബൻസൽ കേസിൽ പറയുന്നത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഷുഡ് ബി ഫർണിഷ്ഡ് ഇൻ റൈറ്റിംഗ് എന്ന്. അത് പ്രാബിർ പുർക്കസ്തായ കേസിൽ വീണ്ടും പറഞ്ഞു. ഒടുവിൽ വിഹാൻ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാനയിൽ പറഞ്ഞു അത് കൊടുത്തിട്ടില്ല എന്ന്. ഒരു മിയർ അലിഗേഷൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയോ വക്കീലോ റേസ് ചെയ്താൽ കോടതിയെ പ്രോസിക്യൂഷനും പോലീസിനും കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ വെറുതെ വിട്ടോണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ദ ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് 6/11 വന്ന ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് റിമാൻഡ് ചെയ്യുന്നതിന് കൊണ്ടുപോകാൻ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നതിന് മിനിമം 2 മണിക്കൂർ മുമ്പ് എഴുതി കൊടുത്തിരിക്കണം. എഴുതി കൊടുക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഡിഫൻസ്, ആ റിമാൻഡിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഡിഫൻസ് തയ്യാറാക്കാനുള്ള മിനിമം സമയമാണ്. അപ്പോൾ ഈ വക ജഡ്ജ്മെന്റ്സ് ലംഘിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടാൽ CRS ആഗ്രഹിക്കുന്നത് ഇമീഡിയറ്റ് ഡിസ്മിസലാണ്. കാരണം ഹീസ് എ ക്രിമിനൽ. സുപ്രീം കോടതിയുടെ ഓർഡേഴ്സ് വയലേറ്റ് ചെയ്യണത് സുപ്രീം കോടതിയോടുള്ള വിൽഫുൾ കണ്ടംപ്റ്റ് എന്ന് മാത്രമല്ല, അറസ്റ്റ് ചെയ്യേണ്ടിയ ഡയറക്ഷൻസ് ലംഘിച്ചാൽ അവിടെ അബ്ഡക്ഷനും റോങ്ഫുൾ കൺഫൈൻമെന്റും റോങ്ഫുൾ റെസ്ട്രെയിനും ക്രിമിനൽ ഇന്റിമിഡേഷനും വരുന്നു. അങ്ങനെ ഏത് പോലീസുകാരൻ ചെയ്താലോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ക്രിമിനൽസ്. ആ ക്രിമിനൽസിനെ കാക്കിക്കകത്ത് സംരക്ഷിക്കാൻ പാടില്ല. ഇമീഡിയറ്റ് ആയിട്ട് ഡിസ്മിസ് ചെയ്യണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ 5-6 പേരെങ്കിലും ചെയ്യുമ്പോൾ ഈ പോലീസുകാർ മര്യാദരാമന്മാരാകും. അതാണ് CRS ആഗ്രഹിക്കുന്നത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.